നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഗാർഡനിലാണ്, എൻ്റെ കിച്ചൺ ഗാർഡനിലാട്ടോ. ഈ കിച്ചൺ ഗാർഡനിൽ എനിക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സാധാരണ കിച്ചൺ ഗാർഡനിൽ നമ്മുടെ വെജിറ്റബിൾസ് മാത്രമല്ലേ ഉണ്ടാക്കാറ്, പക്ഷെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ ഫ്ലവേഴ്സ് ആണ്. ഒരുപാട് ഫ്ലവേഴ്സ് ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. എന്നാലും ഈ ഫ്ലവേഴ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്ന വഴി അറിയില്ല. ഫ്രണ്ട്സ്, നമുക്ക് ഫ്ലവേഴ്സ് കണ്ടാലോ? എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് 10 മണികളാട്ടോ. ഓരോരുത്തർക്കും 100 ടൈപ്പൊക്കെ 10 മണികൾ ഉണ്ടാവും, പക്ഷെ എൻ്റെ അടുത്ത് 5 ടൈപ്പ് 10 മണിയേ ഉള്ളൂ. നമുക്ക് കാണാം അല്ലേ. എൻ്റെ വെള്ള 10 മണി, അത് 3-4 പൂക്കൾ ഉണ്ട് കേട്ടോ അതിൽ. ഈ വെള്ള 10 മണി നിൽക്കുന്നത് എൻ്റെ പയറിൻ്റെ ഗ്രോ ബാഗിലാണ്. ഞാൻ പയർ നട്ട ഗ്രോ ബാഗിലാണ് ഇത് നിൽക്കുന്നത്. ഒരു പയർ നിൽക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ഇന്നലെ പറിച്ചതാണ് പയറുകളൊക്കെ. ഇത് എൻ്റെ ലൈറ്റ് റോസ് 10 മണിയാണ്. ഒരുപാട് ഇതളുകളൊക്കെ ഉള്ള 10 മണിയാണ്. ഇത് ഇന്നലെ വിരിഞ്ഞാട്ടോ. ഇത് വാടിപ്പോയി. ഇന്ന് 2 എണ്ണം വിരിഞ്ഞിട്ടുള്ളത്. ഈ 10 മണി നിൽക്കുന്നത് എൻ്റെ മുളക് ചെടിയുടെ ഗ്രോ ബാഗിലാണ്. ഇതിൽ ഒരു മുളക് ഉണ്ടായിട്ടുണ്ട്. ഇതവിടെ ഒരെണ്ണം ഉണ്ട്. വെയിൽ കൊണ്ടിട്ട് മുളകൊക്കെ ഒന്ന് വാടി നിൽക്കാം കേട്ടോ. പിന്നെ കുറേ ഫ്ലവേഴ്സൊക്കെ വരുന്നുണ്ട്. ഇത് ഡാർക്ക് റോസ് 10 മണിയാണ്. കുറച്ചധികം ഇതളോട് കൂടിയ 10 മണിയാട്ടോ. ഇത് നേരത്തെ ഞാൻ ലൈറ്റ് റോസ് കാണിച്ചിരുന്നു. കുറച്ച് ഇത് ഒന്നുകൂടെ ഡാർക്കാണ്. ഈ 10 മണി നിൽക്കുന്നത് എൻ്റെ വെണ്ടയുടെ ഗ്രോ ബാഗിലാണ്. ഈ വെണ്ട ഞാൻ മുറിച്ചിരിക്കട്ടോ. വെണ്ട മുരടിച്ചപ്പോഴും ഇവിടെ മുറിച്ചു. ഇവിടെ നിന്ന് ബ്രാഞ്ചസ് വരുന്നുണ്ട്. എൻ്റെ ചുവപ്പും മഞ്ഞയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന 10 മണിയാട്ടോ ഇത്. ഇന്ന് ഒരുപാട് ഫ്ലവേഴ്സ് വിരിഞ്ഞിട്ടുണ്ട് ഇതിൽ. തേനീച്ചയ്ക്ക് പരാഗണം നടത്തുന്നുണ്ട്. ഇവിടെയുണ്ട്. ഇതിൽ തന്നെ ഞാൻ 2 മഞ്ഞയുടെ തണ്ടുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞയിൽ നിന്ന് വിരിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇത് എൻ്റെ അലോവേറ വെച്ചിരുന്ന പോട്ടാണ്. അലോവേറ ഉണങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെ അമച്ച് വരുന്നുണ്ട്. ഇതിലാണ് ഞാൻ ഈ 10 മണി വെച്ചിട്ടുള്ളത്. വളമോ വെള്ളമോ ഒന്നും ചേർക്കാതെ, ഒന്നും ഒഴിച്ചു കൊടുക്കാതെ ഉണ്ടായ തൊട്ടാവാടിയാണിത്. ഒരു തൊട്ടാവാടി പാടുന്നതിന് പറയാം, അത്രയുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ മഞ്ഞ 10 മണി. ഇത് ടെറസിൻ്റെ മുകളിലാട്ടോ. ഈ 10 മണി ഞാൻ നട്ടിട്ടുള്ളത് എൻ്റെ തക്കാളിയുടെ ഗ്രോ ബാഗിലാണ്. കണ്ടില്ലേ, തക്കാളികൾക്ക് ഉണ്ടായി വന്നിട്ടുണ്ട് ഇതിൽ. നല്ല ഭംഗിയാണ്. കുറച്ച് വെജിറ്റബിൾസിൻ്റെ ഇടയിലാണ് എൻ്റെ ചെടികളൊക്കെ നിൽക്കുന്നത്. എൻ്റെ ചെണ്ടുമല്ലി അല്ലെങ്കിൽ ബന്ദിപ്പൂ, മല്ലിക എന്നൊക്കെ പറയുന്നത് നിറയെ പൂ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരൊറ്റൊരു ചെടിയാണ്, നിറയെ പൂവുണ്ട്. ഇനി എൻ്റെ അടുത്ത മല്ലികയാണ്. ഇത് വൈറ്റ് കളറാണ് കേട്ടോ. കാണുമ്പോൾ ഒരു യെല്ലോയിഷൊക്കെ തോന്നുമെങ്കിൽ ഇത് വൈറ്റാണ്. ഇവിടെ ഉണ്ട്, ഇതാണ് യെല്ലോയിഷ്. ഇതിന് 2 എണ്ണം അടുത്തടുത്ത് നട്ടതാണ്. ഇതിൽ നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പൂത്ത് വരണം. ഇതെൻ്റെ കാശിത്തുമ്പയാണ്, ലൈറ്റ് റോസ് കാശിത്തുമ്പയുണ്ട്. എൻ്റെ മാങ്ങാനാറി ആണ്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ മാങ്ങാനാറി എന്നാണ് പറയുന്നത്, പക്ഷേ എല്ലായിടത്തും എന്താ പേരെന്ന് എനിക്കറിയില്ല. എൻ്റെ കിച്ചൺ ഗാർഡനിൽ തന്നെ കേട്ടോ ഈ ചെടികൾ ഞാൻ നട്ടിട്ടുള്ളത്. പോളിനേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം തേനീച്ചകളെയും അതുപോലെ തന്നെ ചെറിയ പ്രാണികളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുമല്ലോ ഫ്ലവേഴ്സ്, പ്രത്യേകിച്ചും മഞ്ഞ കളറ് ഫ്ലവർ ആയതുകൊണ്ട്. ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു, അത് വാടിപ്പോയതാണ്. പിന്നെ ഇതാ കുറേ ചെറിയ ചെറിയ മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പൂക്കളുള്ള ചെടികൾ നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് വരുന്ന ഇൻഫെക്ഷനെ തടയുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1-2 ചെടികളൊക്കെ നമ്മുടെ ഗാർഡനിൽ വളർത്തിയിരിക്കുകയാണ്. കിച്ചൺ ഗാർഡനിൽ പച്ചക്കറി മാത്രം ഉണ്ടാക്കിയാൽ പോരാ കേട്ടോ, ഇടയ്ക്ക് കുറച്ച് ഫ്ലവേഴ്സ് കൂടെ വേണം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും വീഡിയോസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.